ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി ബൈബിളിൽ നിന്നും ചില വ്യക്തികളെ എടുത്തു കാണിക്കാം. ചിലപ്പോഴെങ്കിലും നമുക്ക് ദൈവവിശ്വാസം കുറഞ്ഞു പോകാറുണ്ട്. നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾ നടക്കാതെ വരും. എന്നാൽ ഇവിടെ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു സത്യം, ദൈവത്തിന് ഓരോരുത്തരെയും കുറിച്ച് ഓരോ പദ്ധതികൾ ഉണ്ടെന്നുള്ളതാണ്. ഒരു കഥാപാത്രത്തെ നമ്മുടെ പിതാവിനെ തന്നെ പരിചയപ്പെടുത്താം. ഉൽപ്പത്തി 18 14 യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? ഇത് അബ്രഹാമിനോട് ദൈവം ചോദിച്ചതാണ്. നിരാശയോടോ ഭാരത്തോടോ ആശങ്കയോടോ ഇരിക്കുന്ന ദൈവ പൈതൽ നമ്മോട് ദൈവം ചോദിക്കുകയാണ്, യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. യഹോവ അബ്രഹാമിന് 75 വയസ്സിൽ കൊടുക്കുന്ന വാഗ്ദത്തമാണ്, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. 25 വർഷങ്ങൾ പിന്നിട്ടിട്ടും ഒന്നും സംഭവിച്ചില്ല. നാമും ഒരുപാട് വിഷയങ്ങൾക്കായി ഒരുപാട് നാളുകളായി പ്രാർത്ഥിച്ചും നിരാശപ്പെട്ടും പോയിട്ടുണ്ടാവും. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നിന്റെ മേൽ ദൈവത്തിൻ്റെ കരുണയുണ്ടാകും. നാം പഠിക്കുന്നുണ്ട് ദൈവവാഗ്ദത്തം നിറവേറുമെന്ന്. 50 നോമ്പിൻ്റെ ഈ കാലഘട്ടത്തിൽ ദൈവവാഗ്ദത്തങ്ങൾക്ക് വേണ്ടി കാത്തു പ്രാർത്ഥിക്കണം. വാഗ്ദത്തമുള്ളവനെ ഒരു പൊട്ടക്കിണറിന് ഒതുക്കാനും കഴിഞ്ഞില്ലെന്ന് നാം വായിക്കുന്നുണ്ട്. സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കാനായി അപ്പനയച്ച യോസഫിനെ ആ സഹോദരങ്ങൾ പൊട്ടക്കിണറ്റിൽ എറിഞ്ഞു കളഞ്ഞു. കിണറിന് അവനെ ഒതുക്കാൻ കഴിഞ്ഞില്ല. എന്തെന്നാൽ അവൻ ദർശനം കണ്ടവനാണ്. ദൈവവചനങ്ങളും ദർശനങ്ങളും ഒരിക്കലും പാഴാവില്ല, അത് ക്രിയ ചെയ്യും. ഈ നോമ്പുകാലം നാം പ്രതിജ്ഞ എടുക്കണം. ദാനിയേലിനെ പോലെ തന്നെത്താൻ അശുദ്ധമാക്കിയില്ല. അശുദ്ധിയിൽ വീഴാതെ തന്നെ സൂക്ഷിച്ചതിനാൽ രാജാവ് അവനോട് സംസാരിച്ചു. അവർക്ക് തുല്യരായി മറ്റാരെയും കണ്ടില്ല താനും. ദാനിയേൽ 9:3 പറയും പോലെ ഈ കാലഘട്ടം ഉപവസിച്ചും രട്ടുടുത്തും വെണ്ണീറിലിരുന്നും കൊണ്ട് പ്രാർത്ഥനയാചനകളോടെ ദൈവമായ കർത്താവിങ്കിലേക്ക് മുഖം തിരിച്ച് അപേക്ഷിക്കേണ്ടുന്ന സമയമാണ്. എന്തെന്നാൽ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിഞ്ഞുകൊള്ളുക. ഏറെക്കുറെ നാം അത് നമ്മുടെ ചുറ്റുപാടിൽ കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ചുരുക്കി പറയട്ടെ, ഈ നോമ്പുകാലം നമുക്ക് കൂട്ടായിട്ട് പ്രാർത്ഥിക്കാം, നോമ്പ് അനുഷ്ഠിക്കാം, ദുർഘട സമയങ്ങളെ അതിജീവിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.